ചേട്ടാ, ഈ പോലീസിന്റെ ക്രൂരതകൾ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ കുണ്ടറയിൽ ഒരു പട്ടാളക്കാരനെ മർദ്ദിച്ചു കൊന്നൊരു വാർത്ത ഇപ്പൊ പുറത്തു വന്നു. എന്താ ഇതിന്റെ വിശദാംശങ്ങൾ? അതായത് നമ്മൾ പോലീസിന്റെ നരനായാട്ടിന്റെ കഥകൾ ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് ഇതുപോലെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരുന്നു. അതിനെ വളരെയധികം ചർച്ച ചെയ്തു. പക്ഷേ അന്ന് അത് ചർച്ച ചെയ്യാൻ നിന്ന സഖാക്കൾ പോലും ഇപ്പൊ ഇത് ചർച്ച ചെയ്യുന്നില്ല. ബാക്കിയുള്ള ആളുകളാണ് ഇത് ചർച്ച ചെയ്യുന്നത്. പൊതുസമൂഹമാണ് ഇത് ചർച്ച ചെയ്യുന്നത്. കാരണം പോലീസിനുള്ളിലെ ക്രിമിനൽ വൽക്കരണം എത്രത്തോളം ഉണ്ട് എന്നത് നമ്മളൊക്കെ ഗുരുതരമായി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. സ്റ്റേഷനുകളിലേക്ക് പരാതിയുമായി പോകുന്ന ആളുകളെ, ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു കാര്യം അന്വേഷിക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ, സാമൂഹ്യ പ്രവർത്തകരെ, ഇനി അതിനുമപ്പുറത്തേക്ക് പോലീസുകാരുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുള്ള ഒരാളെയൊക്കെ കള്ളക്കേസിൽ കുടുക്കി അവന് പിന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിൽ നട്ടലിനും തലയ്ക്കും ഒക്കെ അടിച്ച് ഇഞ്ചപ്പരുവമാക്കി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്നൊക്കെ പറയുന്ന കള്ളക്കേസ് എടുത്ത് ഇവർക്കൊക്കെ സംരക്ഷണം ഒരുക്കാൻ വേണ്ടി ഇവരെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവർക്കൊന്നും ഒരു ചതവും ഒരു ഒടിവും പറ്റിയിട്ടില്ല എന്ന് ഒപ്പിട്ട് കൊടുക്കുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യങ്ങൾ നമ്മൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതാണോ ജനമൈത്രി പോലീസ് എന്ന് പറയുന്നത്? അതാണ് ഇത് ഒരു വെറൈറ്റി ജനമൈത്രി പോലീസാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ ഡോക്ടർമാരും പോലീസുകാരും എല്ലാം കൂടി ഇങ്ങനെ ഇടിച്ചിട്ട്, കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കണ്ടപ്പോൾ പറഞ്ഞു, ഈ അതിലൊരു കഥാപാത്രം പറയുന്നുണ്ട് ജനമൈത്രി പോലീസ് എന്നൊക്കെ പുറത്ത് ബോളിൽ കാണും, എന്നാൽ അതല്ല ഇതിന്റെ ഉള്ളിൽ. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ക്രിമിനലുകളോടാണെങ്കിൽ, ഇവിടെ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന അല്ലെങ്കിൽ അത് ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്ന വൻകിട റാക്കറ്റുകളോടാണെങ്കിൽ അവരോടൊക്കെ ഇത് ചെയ്തതിന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. സാധാരണക്കാരന്റെ നെഞ്ചത്തേക്കാണ് കുതിര കയറുന്നത്. നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നാൽ എന്താ കുണ്ടറയിൽ സംഭവിച്ചത്? കുണ്ടറയിലുള്ള തോംസൺ എന്ന് പറയുന്ന കുണ്ടറയിലെ സൈനികൻ, ഈ സൈനികൻ നമുക്കറിയാമല്ലോ, നമ്മൾ പട്ടാളക്കാർ കാവൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇവിടെ സ്വൈര്യത്തോടെ കിടന്നുറങ്ങുന്നത്. നമ്മൾ ഭയമില്ലാതെ കിടന്നുറങ്ങുന്നത് ഓരോ പട്ടാളക്കാരനും തണുപ്പും മഞ്ഞും വെയിലും എല്ലാം കൊണ്ടുകൊണ്ട് അവർ കഷ്ടപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു സൈനികനെ നമ്മൾ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കുന്ന ആളുകളാണ് ഇന്ത്യയിലെ ആളുകൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന സൈനികനെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരുടെ പരാതിയുടെ പുറത്ത് കുണ്ടറ പോലീസ് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനു ശേഷം നടന്നതെല്ലാം അതിക്രൂരമായ കാര്യങ്ങളാണ് എന്നാണ് ഈ പറയുന്ന സൈനികന്റെ അമ്മ ഡെയ്സി വെളിപ്പെടുത്തുന്നത്. ആ സ്റ്റേഷനിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ തലങ്ങും വിലങ്ങും മർദ്ദിച്ചതില് ആ മർദ്ദനത്തിന്റെ മർദ്ദിച്ച ആളുകളുടെ പേര് പറയുന്നുണ്ട്. ഇടിയൻ പ്രദീപ്, SI ഇടിയൻ പ്രദീപ് എന്ന് പറയുന്ന കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ, CI ആയിട്ടുള്ള അനിൽകുമാർ. ഈ ആളുകൾ ചേർന്നുകൊണ്ട്, മറ്റുള്ള പോലീസ് CPO ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരിക്കാം, ഇവരൊക്കെ ചേർന്നുകൊണ്ട് കൈക്ക് ഹാങ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഹാൻഡ് കഫ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം കാലില് ചങ്ങലയിട്ട് കെട്ടി തൂക്കി മുകളിലോട്ട് ഗരുഡം തൂക്കുന്നൊക്കെ നമ്മൾ പണ്ട് പറയും, അങ്ങനെ തൂക്കിയിട്ട് ഈ തലയുടെ പുറകുവശത്തും നട്ടലിനും ഇഞ്ചിഞ്ചായി അടിക്കുകയാണ്. അതായത് ഓരോ ഇഞ്ചും പൊള്ളുന്ന വിധത്തിലാണ് ലാത്തി വെച്ച് അതിക്രൂരമായി അടിച്ചത്. തല ചുമരിനോട് ഇട്ട് അടിക്കുന്നു. ഇത്തരത്തിൽ ഒരു സൈനികനോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്? അത് എന്തിനാണ്? ഒരു കേസിൽ ഒരാൾ പ്രതിയാണെങ്കിൽ, ഒരു ഏതെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളെ ഇങ്ങനെ ചെയ്യാനുള്ള അവകാശം ആർക്കാണ്, അല്ലെങ്കിൽ ആരാണ് ഈ പോലീസുകാർക്ക് കൊടുത്തത്? ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയുള്ള അവകാശം പോലീസുകാരന് കൊടുത്തിട്ടുണ്ട്? ഇല്ലല്ലോ. മാത്രമല്ല അയാളെ മർദ്ദിക്കാനുള്ള അവകാശം കൊടുത്തിട്ടില്ലല്ലോ. ഈ പണ്ട് അടിയന്തരാവസ്ഥ കാലത്തും പണ്ട് SRCPയുടെ കാലഘട്ടത്തിലുമൊക്കെ പോലീസിനെതിരെ നിരന്തരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ച് നടന്നിരുന്ന CPM ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് പറയാം, പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം നടക്കുന്ന ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കൂ. പോലീസിലെ ക്രിമിനലുകളെ അങ്ങനെ തന്നെ എടുത്ത് തലമണ്ടയിൽ കയറ്റി വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ അവരെ ഒന്നും ഒരു തരത്തിലും തെറ്റ് ചെയ്യില്ല, ഒരു തരത്തിലും അവരെ ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. നമുക്ക് AV ജോർജ് മുതൽ വരാപ്പുഴ കേസിൽ, വരാപ്പുഴയിൽ ഒരു പാവപ്പെട്ടവനെ ഇടിച്ചു കൊന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് എന്താ പറ്റിയത്? നമ്മൾ ഓരോ കേസും എടുത്ത് പരിശോധിച്ചു. ഈ സുജിത്തിന്റെ കേസ് മാത്രമല്ലല്ലോ, ഇപ്പോ നമ്മളെ പുറത്ത് വന്നോടെയാണ് എല്ലാ കേസുകളും വന്നത്. അത് മാത്രമല്ല, ഈ ഹോട്ടൽ ഉടമയ്ക്ക് നേരെ പ്രശ്നം ഉണ്ടായല്ലോ. ഹോട്ടൽ ഉടമ എന്താ ചെയ്തത്? ഈ ഒരു പോലീസുകാരന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കെതിരെ പരാതി കൊടുത്തു. ആ പരാതിക്ക് കാരണമായി എന്നതിന്റെ ഒറ്റ കാരണത്തിന് പുറത്ത് ഇയാളെ കൊണ്ടുവന്ന് തല്ലുക, അങ്ങേയറ്റം മോശമായിട്ടാണ് പെരുമാറുന്നത്. അതുപോലെ ഈ പറയുന്ന തോംസൺ തങ്കച്ചൻ എന്ന് പറയുന്ന പട്ടാളക്കാരനെ ക്രൂരമായി അടിച്ച്
ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു, വീണ്ടും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. അവിടുത്തെ ഡോക്ടർ ഇതിന് അനുകൂലമായിട്ടാണ് എഴുതി കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ഗവൺമെന്റ് സർവീസിലുള്ള ഡോക്ടർമാരെ കൂടി പിരിച്ചുവിടണം. എത്തരം നാറികളാണ് ഇങ്ങനത്തെ ആളുകൾ? അതാണ് നമ്മൾ ആലോചിക്കണ്ടേ. ഈ പോലീസ് ഉദ്യോഗസ്ഥർ ക്രിമിനലുകളാണെങ്കിൽ ഈ ഡോക്ടർമാർ ക്രിമിനലുകളാണ്. ആളുകളുണ്ട്. അതാണ് അങ്ങനെ ഇദ്ദേഹത്തെ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു ഓട്ടോ ഡ്രൈവർ വീട്ടിലേക്ക് ഇറക്കിയിട്ട് വലിച്ചെറിഞ്ഞു എന്നാണ് അമ്മ പറയുന്നത്. വലിച്ചെറിഞ്ഞ് പോവുകയാണ് ഇവര്. എന്നിട്ട് ആശുപത്രിയിൽ കിടന്ന് ക്ഷയം ബാധിച്ച, അതായത് ശാരീരിക ആരോഗ്യം മുഴുവൻ തകർന്ന്, നമ്മുടെ നെർവസ് സിസ്റ്റവും അതുപോലെ തന്നെ മർമ്മത്വമാണ് അടികൊള്ളുന്നത്. മൊത്തം കലങ്ങി മറിഞ്ഞ് ആന്തരിക അവയവങ്ങൾക്കൊക്കെ പരിക്ക് വന്ന ആ മനുഷ്യൻ അവിടെ മരിച്ചു പോവുകയാണ്. ഇത് ഞാൻ പറയുന്നത് സൈനിക കൂട്ടായ്മകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഈ സൈനികർക്ക് ഇവിടെ ഈ രാജ്യത്ത് അത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലമാണ്. ഈ പറയുന്ന പോലീസുകാർ ഇന്നും ഈ സർവീസിൽ ഇരിക്കുകയാണ്. ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ഈ അമ്മ, DGPക്ക് പരാതി കൊടുത്തു ഈ അമ്മ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നായികയ്ക്ക് 40 വട്ടവും പറയുന്ന ഒരു വാക്കുണ്ട്. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ അടിച്ച് ചോര തുപ്പിച്ചതിന് ശേഷം അദ്ദേഹം ആ ചോര കലർന്ന ഷർട്ടുമായി നിയമസഭയിൽ പോയിട്ട് ഈ ഷർട്ട് ഉയർത്തി കാണിച്ച് വെല്ലുവിളിച്ചു എന്ന്. അതേ ആൾ ആഭ്യന്തരമന്ത്രിയായി ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിലും ക്രൂരമായ കാര്യമാണ്. ഇത്രയും സോഷ്യൽ മീഡിയ വളർന്നു, ഇത്രയും ആളുകൾ വളർന്നു, ജനാധിപത്യ ബോധം വളർന്നു, എല്ലാമായിട്ടും ഈ സമയത്ത് ഒരു സൈനികനെ പോലും ഇങ്ങനെ അടിച്ച് ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ക്രിമിനൽ ഉദ്യോഗസ്ഥന്മാരുള്ളത് ഈ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാണ്. ആ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോയിട്ട് ഒരു നടപടി പോലും, പേരിനൊരു നടപടി പോലും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പേടിച്ചു പോയില്ലേ? നാളെ ആർക്കെല്ലാം അവർ സംഭവിക്കാം. ഇപ്പോഴും അവര് ചാർജിലിരിക്കുന്നുണ്ട്. ഇപ്പോഴും അവര് സർവീസിലിരിക്കുന്നുണ്ട്. ഇത്തരം സർവീസിലിരിക്കുന്ന ആളുകളെ ന്യായീകരിക്കാനും പോരാളി ഷാജിമാരെ പോലുള്ള ആളുകൾ വന്നിട്ട് ഈ പോലീസ് ഉണ്ടാക്കിയ കള്ളക്കഥകൾ കേട്ട് ഇവനെയൊക്കെയാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കഥകൾ പടച്ചുവിടാനുള്ള സൈബർ ഹാൻഡിലുകൾ ഉണ്ട് ഇവിടെ. ഇത് ഓരോരുത്തരും ജയകൃഷ്ണൻ തണ്ണിത്തോട് എന്ന് പറയുന്ന SFIയുടെ നേതാവിനെ ക്രൂരമായി തല്ലിച്ചതച്ച് കർണപടമടക്കം അടിച്ചു പൊട്ടിച്ച നേതാവുണ്ട്, CI മധുബാബു എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥനെ പറ്റി കഴിഞ്ഞ ദിവസം പുറത്തു വന്നു വാർത്ത. DYFI നേതാവിനെ മുഹമ്മദ് ഹാഷിം എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്, ആ പരാതി അന്വേഷിക്കാൻ പോയതാണ്. അടിച്ച് അദ്ദേഹത്തെ ഇഞ്ചപരിവാക്കി. ഏത് സർക്കാരിന്റെ കാലത്തിലാ? ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാ. ഒരുപാട് പരാതികൾ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും വരും, ഇനിയും ഉണ്ടാവും. എത്ര മൂടിവെക്കപ്പെട്ട എത്ര കേസുകൾ, വരാപ്പുഴ കസ്റ്റഡി കൊലപാതക കേസ്, മലപ്പുറത്തെ കൊലപാതക കേസ് തുടങ്ങി ഇഷ്ടം പോലെ കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ കാര്യങ്ങളാണ് ഈ ഗവൺമെന്റിനെതിരെ ഈ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ക്രൂരമായി ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന ഇത്തരം നരാധമന്മാരെയും അതിന് കൂട്ടുനിൽക്കുന്ന ആളുകളെയും ഈ സർവീസിൽ നിന്ന് പുറത്താക്കി പോലീസ് സേനയെ ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കൃത്യമായി പറയാം, ഈ കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്ക് ഇത്രയും പരാജയപ്പെട്ട ഒരു ആഭ്യന്തരമന്ത്രിയെ നമുക്ക് കാണാൻ കഴിയില്ല. ന്യായീകരണം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അല്ലെങ്കിൽ കുറെ സൈബർ അടിമകൾ ചേർന്നുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും പരാജയപ്പെട്ട ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ള ആളുകൾ ഇത് സ്ഥാനം രാജിവെച്ച് വേറെ ആർക്കെങ്കിലും അത് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം കോടിയേരി ബാലകൃഷ്ണൻ എന്നൊരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം ഉള്ളപ്പോൾ പോലുമുള്ള അദ്ദേഹത്തിന് 2 ചങ്കൊന്നുമില്ല. പക്ഷെ അദ്ദേഹം കാണിച്ച മര്യാദ പോലും ഇന്നത്തെ പോലീസുകാരോട് അല്ലെങ്കിൽ ഇന്നത്തെ ജനങ്ങളോട് ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി കാണിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ